കാസർഗോഡ് ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി ML അശ്വനിയുടെ പ്രചാരണം ഒരാഴ്ച പിന്നിടുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ പ്രചാരണം എങ്ങനെയാണ്? ജനങ്ങൾ ഏത് രീതിയിലാണ് BJP സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്? നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ല സപ്പോർട്ട് ഉണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ്സ് ആണ്. നിലവിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അതിൻ്റെ ഒരു പരിഗണന മറ്റ് ഓരോ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളുടെയും പ്രചരണം വലിയ രീതിയിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കൊഴുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മറ്റ് 2 പാർട്ടികളെയും വിലയിരുത്തുന്നത്? ഞാൻ മറ്റ് 2 പാർട്ടികളെ വിലയിരുത്തുന്നില്ല. എൻ്റെ പ്രചാരണം നല്ല രീതിയിൽ വൈബായിട്ട് പോകുന്നുണ്ട്. എൻ്റെ തീർച്ചയായിട്ടും 100% ഞാൻ എഫർട്ട് ഇടുന്നുണ്ട്. ആൾക്കാരും ഇവിടുത്തെ വോട്ടേഴ്സ് ആവട്ടെ, പിന്നെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാവട്ടെ, അവരുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അതേപോലെ യൂത്തിൻ്റെ ഐക്കോണായിട്ട്, സ്ത്രീൻ്റെ ഐക്കോണായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അനുഗ്രഹം എനിക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. UDFൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കഴിഞ്ഞ 2019 കിട്ടിയതിനെക്കാട്ടിലും 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. വികസന നേട്ടങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പര്യടനത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാകും വികസന നേട്ടം? അതുപോലെ തന്നെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ബിക്കോസ് കാസർഗോഡ് ജനങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ എവറി ഡേ ദേ ആർ അപ്ഡേറ്റഡ് ബൈ സീയിങ് ദ മീഡിയാസ്. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് ഇവിടെ ആയിട്ടുണ്ടെന്ന് ആൾക്കാർക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് അറിയും. സോ ദർ ഇസ് നോ ഡെവലപ്മെൻറ്റ് ഇൻ കാസർഗോഡ്. അപ്പോൾ ഇനി അവർ എന്ത് വേണമെങ്കിൽ പറയട്ടെ, ഇറ്റ് ഇസ് നോട്ട് ആ പ്രോബ്ലം. നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നാഷണൽ ഹൈവേ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, പത്മജ BJPയിൽ എത്തി, അതിനെ എങ്ങനെ വിലയിരുത്തും? നമ്മുടെ BJPൻ്റെ ഒരു പാർട്ടിൻ്റെ ഓൾ ആർ വെൽക്കം. എല്ലാവരും വന്നത് നമ്മൾ സന്തോഷോട് വിത്ത് ഹാപ്പി വി ആർ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. മറ്റൊരു ചോദ്യം, ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണമാണ്. അപ്പോൾ കല്യാശ്ശേരി പോലുള്ള ഈ ഇടതിൻ്റെ കോട്ടയെന്നാണ് ഈ കാസർഗോഡിനെ അഥവാ അത്തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയടക്കം പറയുന്നത്. അങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കഴിയുമോ? 2019 അപ്രതീക്ഷിതമായാണ് UDFൻ്റെ കൈകളിലേക്ക് പോകുന്നത്. അപ്പോൾ BJPയും ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് ഞങ്ങളും കൊണ്ടുപോകുമെന്ന്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും BJP വിൽ വിൻ ദിസ് ടൈം. നമ്മൾ 100% എഫർട്ട് ഇടുന്നുണ്ട്. നമ്മൾ വിജയിക്കുന്നതും എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായ ML അശ്വനി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു വിജയം അത് നേടിയെടുക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രതീക്ഷ സ്ഥാനാർത്ഥിക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.